സന്ധ്യ മയങ്ങുന്നതിന് മുമ്പ് പതിവില്ലാത്തതാ. എന്നാലും ഒരു നല്ല കാര്യത്തിനായതുകൊണ്ട് ഞാൻ വിചാരിച്ചു വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. സൈനബാന്റെ കല്യാണം നിശ്ചയിച്ചു എന്ന് കേട്ടപ്പോ മേനോൻ സാർ ചോദിച്ചൊന്ന് കൂടണ്ടേന്ന്. ഒന്ന് കൂടിക്കളയാന്ന് ഞാനും കരുതി. അല്ല അക്ബർ കഴിക്കുന്നില്ലേ? ഞാനിങ്ങനെ കൂടാന്നല്ലാണ്ട് കഴിക്കലില്ലല്ലോ. നമുക്കിത് ഹറാമാണല്ലോ. എന്നാ ആ ഗ്ലാസും കൂടി ഇങ്ങോട്ട് എടുത്തേ. മേനോൻ ചേട്ടൻ രണ്ടെണ്ണത്തിൽ കഴിക്കണ്ട. കഴിച്ച് ഓവറായിട്ട് രാത്രി നല്ല ചേച്ചി എടുത്തിട്ട് ഇടിക്കാനും ഞങ്ങൾക്ക് പിടിച്ചു മാറ്റാനൊന്നും ഒരു ദിവസം ഇപ്പൊ അങ്ങനെ അയച്ചിട്ട്. അത് ശരിയാ. ഇങ്ങനെ വെള്ളവടി ഇന്നത്തോടെ അവസാനിപ്പിക്കാം. വഴിയുണ്ട്. അക്ബർക്ക് അമ്മാവൻ ഒഴിച്ചു കൊടുത്തേ. അല്ലേ വേണ്ട, ഞാൻ തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്താ ഒരു ഗൂഢാലോചന? അല്ല, ഒരു കുപ്പിയുടെ മേടിക്കുന്നതിനെ പറ്റി പറയായിരുന്നു. അതിപ്പോ ഏതായാലും നല്ല കാര്യം. പുയ്യാപ്പിള എങ്ങനെയുണ്ടോ? ബെസ്റ്റ് ഒന്നാം തരം പയ്യനാണല്ലോ പറയുന്നത്. 13 ഷീറ്റ് അങ്ങോട്ട് എട്ടിട്ട് കൊടുത്താൽ 1-2 വരിക്ക് ഡിക്ക് എന്നാണ് എല്ലാരും പറയുന്നത്. അവൻ വരട്ടെ. ഫസ്റ്റ് നൈറ്റ് മുതലേ ഞാനും അവനൊരു പിടി പിടിക്കൂലേ. I met a traveler who came from an Asian country. He saw a two നോ പ്രോബ്ലം. എനിക്ക് പ്രശ്നമൊന്നുമില്ല. അയ്യോ നോ പ്രോബ്ലം. നിങ്ങൾ സ്റ്റഡി ആയിട്ട് നിൽക്കുക. നിങ്ങൾ എന്താ കിടന്ന് ഇങ്ങനെ ആടണേ? പിടിക്കണോ? ഓൺലി 1 പെഗ്. നല്ല ഓവറായി പോയി. അമ്മായിയെ, ഇന്ന് ഒച്ചാൻ ബേളൊന്നും ഉണ്ടാക്കത്തില്ല. ഒന്ന് പിടിച്ചേ, അകത്തോട്ട് കിടത്താം. നല്ല ഉറങ്ങിക്കൊള്ളു. അക്ബർ വളരെ ഡീസന്റ് മാൻ. ഡീസന്റ് മാൻ. ഓൺലി 1 പെഗ്. 1 പെഗ്. നോ 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 നോ. ഇമ്മക്കൊരേ നിർബന്ധം. ഒരൊറ്റ മോളല്ലേ ഉള്ളൂ. ഓളെനിക്ക് അതിന് ഒപ്പനെല്ലാം വെച്ച് ഗ്രാൻഡ് ആയിട്ട് നടത്തണമെന്ന് ഞാനും സമ്മതിച്ചു. ഈ ഒപ്പനയുടെ കാര്യം പറഞ്ഞപ്പോഴാ മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ മഹാരാജാസിൽ ഇന്റർമീഡിയറ്റിന് പഠിക്കുന്ന കാലത്ത് എൻ്റെ ഒരു സഹപാഠി ഉണ്ടായിരുന്നു, ഇട്ടൂത്രവാരര്. അയാളുടെ സാമീപ്യം കൊണ്ട് എനിക്കും വന്ന് ഭവിച്ചു കുറച്ച് കഥകളി ഭ്രാന്ത്. എന്തേ? ഇന്ന് കുഴപ്പമൊന്നുമില്ല. മറ്റേ കാര്യമെല്ലാം പറഞ്ഞ പോലെ. പിന്നെ അത് ഞാൻ ഏറ്റു രാജാ. ഇരിക്കുക, കഥകളിപ്പദം കേട്ടിട്ട് പോവാ. അയ്യോ, കഥകളിപ്പതാണോ? കഥകളിപ്പദം എന്ന് പറഞ്ഞാൽ ഇവന് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും പാടിക്കൊണ്ട് നടക്കും. ഓ, എന്നാ രണ്ടുപേരും ഇരിക്കുക. വേണ്ട, ഞങ്ങൾ വന്നോളാം. അപ്പോ നളചരിതൻ 2ാം ഭാഗം. കൃഷ്ണൻ നായർ അങ്ങനെ 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 തകർത്ത് ആടിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഹൈദരാലിയുടെ കണ്ഠം തുറന്നത്. മരത്തിനിടയിൽ കാണാമേ സുന്ദരത്തിനുട സാദൃശ്യേയം, ആകൃതി കണ്ടാലതിരംഭേയം, ആരാലിവൾ തൻ അധരം പേയം, അടുത്തു ചെന്നിനി അനുപശ്യേയം. ഒക്കെ പോയ ലേഭ്യന്മാര് യാതൊരു കലാസ്വാദ്യത ഉള്ളവരല്ല. ഒന്നും കൊണ്ട് വരും. ഇന്നലെ ഞാൻ ഇത്തിരി ഓവറായോ എന്നൊരു സംശയം. ഭയങ്കര തലവേദന. ഇന്നലത്തെ ബാക്കി വലിയൊരുപ്പുണ്ടോ? ഉണ്ട്. നാണുണ്ടോ നിങ്ങൾക്ക്? ഞാൻ നിങ്ങളുടെ അടുത്ത കുറച്ച് ഒച്ചയും പോലും ഉണ്ടാക്കുമെന്നേ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ ഇത് അല്ല, എന്താ കാര്യം? അപ്പൊ നിങ്ങൾക്ക് ഓർമ്മല്ലേ? ഇല്ല. പോയിട്ട് 2 കൂടി ആയിരിക്കും, അപ്പൊ ഓർമ്മ വരും കേട്ടോ. എന്താ ഉണ്ടായെന്ന് പറ. 1,00,000 ഉറുപ്പ്യ തരാന്ന് പറഞ്ഞാലും ഇമാതിരി നാണം കെട്ട വർത്താനം പറയാൻ ഇന്നെ കിട്ടൂല. വേണമെങ്കിൽ ഇന്ന് മുഴുവൻ തന്റെ കൂടെ നിന്ന് ഷീട്ട് കളിക്കാം. എങ്ങനെ? ഇന്ന് മുഴുവൻ തന്റെ കൂടെ നിന്ന് ഷീട്ട് കളിക്കാന്ന്. ഉറപ്പാണല്ലോ? അല്ലെങ്കിൽ അത് വേണ്ട, അത് ശരിയാവില്ല. ഇന്നലെ റമ്മി കളിക്കാനും കള്ളുടിക്കാനും മരുമോനും ബാലകൃഷ്ണനും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അവരോട് എന്ന് ചോദിച്ചാൽ മതി കേട്ടോ. എനിക്ക് കളിക്കാൻ മാന്യന്മാരെ കിട്ടുവേ. അക്ബറേ, അക്ബറേ, എന്നാലും ചേട്ടൻ ഇത്രയും ചീപ്പാന്ന് ഞാൻ കരുതിയില്ല. അയ്യേ, എന്താ കാര്യം എന്ന് പറ ബാലകൃഷ്ണ. ഈ വേലത്തരൊന്നും എന്നോട് വേണ്ട. ചേട്ടൻ എല്ലാ കാര്യവും നല്ല ഓർമ്മയുണ്ട്. ചമ്മല് കാരണം ഓർമ്മയില്ലാത്തവരെ അഭിനയിക്കല്ലേ. സത്യമായിട്ട് എനിക്ക് ഒന്നും ഓർമ്മയില്ല ബാലകൃഷ്ണ. ഫിറ്റായിട്ട് അക്ബർക്കെ കെട്ടിപ്പിടിച്ച് ദൈവമാണെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? കെട്ടിപ്പിടിച്ച് ദൈവമാണെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട്. എന്നാ പിന്നെ എല്ലാം. അയ്യോ ബാലകൃഷ്ണ, ബാക്കി കൂടെ പറഞ്ഞിട്ട് പോ. അത് കഴിഞ്ഞ് കസേരയെ തലയും കുത്തി വീണത് ഓർമ്മയുണ്ടോ? അത് കഴിഞ്ഞ് കസേര തലയും കുത്തി വീണത് ഓർമ്മയുണ്ട്. അപ്പൊ മറ്റത് ഓർമ്മയുണ്ട്. എന്റെ ബാലകൃഷ്ണ, പിന്നെ ഞാൻ ഉണർന്ന് എണീക്കുമ്പോ വീട്ടിൽ കിടന്ന് ഉറങ്ങായിരുന്നു. അത് നീയാണ് സത്യം. അതിന്റെ ഇടയിൽ നടന്നു ഒന്നും എനിക്ക് ഓർമ്മയില്ല ബാലകൃഷ്ണ. ഇല്ലല്ലോ. എന്നാ രാജശേഖരനോട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. അവൻ പറയുന്നതിനായിരിക്കും അതിന് കുറച്ചുകൂടി ഒരു ഭംഗി. അയ്യോ, അവനോട് ചോദിക്കാൻ പറ്റാത്തോണ്ട് ഞാൻ നിന്നോട് ചോദിക്കണത്. അപ്പം ചോദിക്കാൻ പറ്റാത്ത കാര്യമാണ് ചെയ്തത് നന്നായിട്ട് അറിയാല്ലേ. എന്നാ രാജശേഖരനോട് തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത്.
ബാലേഷ, എന്റെ അമ്മാവനാണെന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാ. ഛേ, അയ്യേ, വൃത്തികെട്ട ഏർപ്പാട്. ദേ, വെള്ളം അടിച്ചാ വയറ്റി കിടക്കണം. അമ്മായി ഇതറിഞ്ഞാൽ കുടുംബക്കലഹം ഉണ്ടാവും. ആ ലീലാമ്മയുടെ ഭർത്താവ് ഇതറിഞ്ഞാൽ അതിനും വലിയ വിപ്ലവം ഉണ്ടാവും. സത്യമായിട്ട് എനിക്ക് ഒന്നും ഓർമ്മയില്ല രാജശേഖര. ഓർമ്മയില്ലെന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ രക്ഷപ്പെടാമല്ലോ. കുടിച്ച് ലെവലില്ലാതെ ഭർത്താവ് നൈറ്റ് ഡ്യൂട്ടിക്ക് പോയ സമയം നോക്കി ആ ലീലാമ്മയുടെ വീട്ടിൽ ചെന്ന് കയറി. ഛേ, ഈശ്വര, ഞാനോ? അല്ല പിന്നെ ഞാനായിരിക്കും. ദേ, ഇതിപ്പോ പുറത്താരും അറിഞ്ഞിട്ടില്ല. ആ ലീലാമ്മ ഭർത്താവിനോട് പറയുന്നതിന് മുമ്പ് മാപ്പ് പറഞ്ഞ് പ്രശ്നം ഒതുക്കാതാ നല്ലത്. അമ്മായി അറിഞ്ഞാൽ കുടുംബകലഹം, ലീലാമ്മയുടെ ഭർത്താവ് അറിഞ്ഞാൽ അടിപിടി, നാട്ടുകാരറിഞ്ഞാൽ അല്ല, മേനോൻ സാറോ? വരൂ, അകത്തേക്ക് ഇരിക്കാം. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. ഇന്നലെ രാത്രി ഇന്നലെ രാത്രി ലേശം ഓവറായി പോയി, അതുകൊണ്ട്. അല്ല, രാത്രിയായ മേനോൻ സാർ പതിവുള്ളതാണല്ലോ. നീ എങ്ങോട്ടാ എന്നെ വിളിച്ചോണ്ട് പോന്നേ? എല്ലാം പറയാം, വിശദമായി പറയാം. ജോലിയുണ്ട്. എന്താ കാര്യം എന്ന് പറഞ്ഞേ? എന്താന്ന് പറഞ്ഞേ? എന്ത്? ഈശ്വര, ഇത്രയും നാളും കള്ളുകൂടി മാത്രമേ ഉള്ളെന്നാ ഞാൻ വിചാരിച്ചത്. ഇപ്പൊ ഇതും തുടങ്ങിയോ? അമ്മായി പോണ്ട. നീ പോയാ പറ്റില്ല, ഞാൻ തന്നെ ചെന്ന് രണ്ട് ഭർത്ത. അമ്മായി നാട്ടുകാരെ അറിയിപ്പിച്ച് പ്രശ്നം ഉണ്ടാക്കണ്ട, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. ഇതെന്താ മേനോൻ സാറേ? ക്ഷമിക്കണം, ഇനി ഞാൻ ഒരിക്കലും മദ്യപിച്ച് വേണ്ടാക്കില്ല, സത്യം. അത് എന്നോടല്ല സാറ് പറയേണ്ടത്, ചേച്ചിയോടാണ്. അല്ല, അവളോട് ഞാൻ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറയാനിരിക്കുക. ലീലാമ്മയുടെ നല്ല മനസ്സിന് ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും. അതെ, അമ്മാവൻ ലീലാമ്മ ചേച്ചിയുടെ നല്ല മനസ്സിന് മാത്രമല്ല, അക്ബർക്കാടെയും ബാലകൃഷ്ണന്റെയും എന്റെയും ഒക്കെ നല്ല മനസ്സിന് എന്നും നന്ദിയുള്ളവനായിരിക്കും. അല്ലേ? ചേച്ചിക്കകത്ത് അടുക്കളയെ പണി കാണും. എന്നങ്ങൾ വരട്ടെ. ശരി. ഇത്രയും നല്ലൊരു സ്ത്രീയുടെ അടുത്ത് ഞാൻ തെമ്മാടിത്തരം കാണിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോ എനിക്ക് തൂങ്ങി ചാവന തോന്നും. എന്താ ഉണ്ടായത്? ഏയ്, ഒരു പ്രശ്നമില്ല, എല്ലാം കലങ്ങി തെളിഞ്ഞിരിക്കുക. ലീലാമ്മയുടെ ഹസ്ബൻഡും ഞാനും വലിയ തിക് ഫ്രണ്ട്സ് ആണ്. അങ്ങേര് വന്നാ എന്റെ സ്നേഹാന്വേഷണം പറയണം, നൈറ്റ് ഡ്യൂട്ടി എപ്പോഴാന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കുന്നു. എന്താ നൈറ്റ് ഡ്യൂട്ടിയോ? എന്താ സംഭവിച്ചത്? എല്ലാം ഞാൻ നിന്നോട് തുറന്നു പറയാതിരിക്കായിരുന്നു. അമ്മാവൻ തന്നെ എല്ലാം നേരിട്ട് പറയും, അതാ നല്ലത്. ചെന്നട്ടെ. അപ്പോഴേ ഇന്നലെ ഞാൻ ഇത്തിരി ഓവറായി പോയി, അല്ലേ? നല്ല യാതൊന്നും സാരമില്ലെന്നേ. വരും, നമുക്ക് അകത്ത് വരും സംസാരിക്കാം. അയ്യോ, നെറ്റ് ശരിക്കും വെക്കൂ. എന്റെ നല്ല, ഞാൻ നിന്നെ വഞ്ചിക്കൊന്നല്ല, ഞാൻ പറയുന്നു കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. എന്നോട് വേണ്ട, എനിക്ക് മാപ്പ് കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ട, എന്നോട് പറയണ്ട. അയ്യോ, ഇതെന്താ നല്ല സർക്കസോ? ചപ്പാത്തിക്കോലെ നല്ല വഴിക്ക് വീണു. ചപ്പാത്തിക്കോല് അത് ഈ ചപ്പാത്തിക്കോലെടുക്കാൻ സ്റ്റൂള് കയറിയപ്പോ സ്റ്റൂള് മറിഞ്ഞു വീണ ഇല്ലേ? നടുവുളിക്കല്ലേ? ആ, അത് തന്നെ, അത് നടുവുളിക്ക്. എന്നെ ക്ഷീണം മാറ്റാൻ ഇന്നലത്തെ ലേശം ബാക്കിയുണ്ട്, വേണോ? തമാശ.